ഹായ്, നമ്മളിപ്പോൾ ഹൈദരാബാദിലാണുള്ളത്. ഹൈദരാബാദിൽ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. തെലങ്കാനയിലെ നമ്മൾ D&J ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ ഹൈദരാബാദ് ട്രിപ്പിൽ നമ്മുടെ ഏറ്റവും നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമുക്കൊരു സ്ഥലത്ത് കയറാറുണ്ട്, ഒരു ജ്യൂസ് മിലൻ ജ്യൂസ് സെൻ്ററിൽ. ചോക്ലേറ്റ് എൻ്റെ പൊന്ന് ഇങ്ങനെ ഇട്ട് വയ്ക്കണടി. പക്ഷേ അത് തന്നെ ഇങ്ങനെ ഇട്ട് വയ്ക്കണ ചോക്ലേറ്റ് വിറ്റ കാഴ്ചകളാണ് കണ്ടത്. എൻ്റെ പൊന്നെ വെറുത്തുപോയി. ആകെ ഒരു ബഹളം തന്നെയാണ്. ചാർമിനാർ ക്രൗഡിലോട്ട് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ. കൊല്ലാനൊക്കെ വരുന്നു. അതാണ് നിമ്ര കഫേ, ഇറാനി ഖാവടികള. ശരിക്കും നമ്മൾ ഹൈദരാബാദ് വന്നതേ ഈ ഒരു സാധനം കാണാൻ വേണ്ടിയിട്ടാണ്. റാമോജി ഫിലിം സിറ്റി ഒന്നുമല്ല. ആഗ്രഹം, ശരിക്കും ട്രാവൽ ചെയ്യാനുള്ള ആഗ്രഹം തോന്നിപ്പിച്ച ഈ സംഭവമാണ് ഈ ചാർമിനാർ. കൊച്ചുനാൾ നമ്മൾ ചരിത്ര പുസ്തകത്തിൽ പഠിച്ചതാണ് ചാർമിനാർ. ഇതിപ്പോൾ നേരിട്ട് കാണുന്നുണ്ട് ഞങ്ങൾ. ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ലൊരു സന്തോഷ നിമിഷങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. നല്ല ക്രൗഡാണ്. ക്രൗഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റൂല കേട്ടോ. അത്രയും ക്രൗഡാണ്. കാണിച്ചു തരാം. हिंदी तेलंगाना तो लाट बाजार है, लाट बाजार. ഈ സൈഡ് പെയിന്റ് അടിച്ചില്ലേ? നമ്മൾ ബാംഗ്ലൂർ മജസ്റ്റിക്കിൽ പോയി കയറിയ പോലെ ഇത്രയും തിരക്കില്ലായിരുന്നു. എൻ്റെ പൊന്നു ഭയങ്കര തിരക്ക്. അതുകൊണ്ട് അവിടെയും പാരഡൈസ് ഉണ്ട്. അവിടെ കയറി കഴിക്കാം കേട്ടോ രാത്രി. പക്ഷേ അതുകൊണ്ട് പാരഡൈസ് ഉണ്ടോ? സമയം 6:57. ഇതാണ് അവസ്ഥ. കൽവിക്കുള്ളതാണ്. പക്ഷെ ഏത് മൂട്? വള മൂട്. വള കണ്ട് കിളി പറന്ന്. ലാഡ് ബസാർ പോലീസ്.
നിക്ക്. സമയം 8 നമ്മളിവിടെ ചാർമിനാറിന് അടുത്താണ്. ജനക്കൂട്ടം കണ്ടോ? നീങ്ങി വരുന്ന കടകളുണ്ടോ? ഇതെന്താ പക്ഷേ എന്താ ആശ ഇവിടെ നിന്ന് പർച്ചേസാണ് 80 രൂപ. ഇതെല്ലാം ഫിക്സഡ് റേറ്റാണേ. 50 രൂപ. ഇതെല്ലാം 50 രൂപ ഈ സൈഡ്. അവിടെ നിംബ്ര കഫേ ഉണ്ട്. ഇവിടെ ഒരു പാരഡൈസ് ഉണ്ട്. കിളി പറഞ്ഞിരിക്കും. എവിടെയാണെന്ന് കണ്ടോ? ഇവിടെ വളം ഉണ്ടാക്കുന്നുണ്ടോ? വീഡിയോ ആ ഇവിടെ ഈ വളമെല്ലാം ഹാൻഡ് മെഷീൻ മെയ്ഡൊക്കെ ഇല്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളകളുള്ള ഭാഗമാണെന്ന് തോന്നുന്നു. രാജസ്ഥാനിലൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുപോലെ ഹാൻഡ് മെയ്ഡായിട്ട് വളകളുണ്ട്. വളകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കിളി പറക്കുന്ന അത്രയും വളകളുണ്ട്. ഒരുപാട് വളകൾ, നിർമ്മാണവും വളക്കച്ചവടവും ഡ്രസ്സും ഈ ലേഡീസിനുണ്ടെന്ന് എല്ലാ ഐറ്റവും ഉണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകുന്ന അറിയത്തേ ഇല്ല. ഇതേ വളം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടോ? അതുപോലെ തന്നെ തൊട്ടടുത്താണ് നമ്മുടെ മക്ക മസ്ജിദുണ്ട്. ചാർമിനാർ നല്ല രസമുണ്ട് വൈകുന്നേരത്തെ കാഴ്ച. ഇപ്പം നമ്മൾ നാളെ വരുന്നുണ്ട്, പകൽ നേരത്തെ കാഴ്ച കാണാൻ വരുന്നുണ്ട്. ഇപ്പോൾ രാത്രിയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം ആൾക്കാർ തിങ്ങി നിൽക്കുന്ന അത്രമാത്രം ക്രൗഡാണ് ഇവിടെ. എല്ലാം പർച്ചേസാണ്. അതിൻ്റെ ഇടയിൽ കൂടെ സഞ്ചരിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് നമ്മളെല്ലാം പോകുന്നത്. വാഹനങ്ങളൊന്നും ഇതിലേക്ക് കടത്തിവിടത്തില്ല. പക്ഷേ ഇടയ്ക്ക് പോലീസിൻ്റെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇത് കണ്ടോ? കനലിവിടെ കിടക്കുകയാണ്. വള ഇപ്പോൾ ലൈവായിട്ട് നിർമ്മിച്ചതാണ്. പാക്ക് ചെയ്യാണ്. ഇതേ ചാർമിനാർ. ഒരു ഓറിയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. എട്ടര. പക്ഷേ ഇത് ബാംഗ്ലൂർ മറ്റേ മാർക്കറ്റിൽ മജസ്റ്റിക് അല്ലേ? ഇങ്ങോട്ട് വന്നാൽ കുറച്ച് വരാം. ഇവിടെ മൊത്തം ഇവിടെ ഫുള്ളും പാർട്ടി വെയർ ഐറ്റംസ് ആണെന്നാണ് ആശ പറയുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് ദൂരം വന്നായിരുന്നു, അത് തിരിച്ച് നടന്നു പോയി. ഏതായാലും കൊള്ളാം.